ഒഡീഷയിൽ സർക്കാർ രൂപീകരിക്കാനൊരുങ്ങി BJP 24 വർഷത്തെ തുടർച്ചയായ BJD ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് BJP കന്നി സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. 305 എംപിമാരുടെ പിന്തുണയോടെ മൂന്നാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേക്ക്. ഞായറാഴ്ച വൈകിട്ട് 6-ന് സത്യപ്രതിജ്ഞ ഉണ്ടാകുമെന്നാണ് സൂചന. ഇന്ന് BJP എംപിമാർ യോഗം ചേരും. അതേസമയം രാഹുൽ തന്നെ പ്രതിപക്ഷ നേതാവായേക്കുമെന്ന സൂചനയുണ്ട്. KC വേണുഗോപാൽ, ഗൗരവ് ഗൊഗോയ്, മനീഷ് തിവാരി എന്നിവർ പരിഗണനയിലുണ്ടെങ്കിലും സഖ്യത്തിലെ ഘടകകക്ഷികൾക്ക് രാഹുൽ മതിയെന്നാണ് തീരുമാനം. കൂടാതെ ഒഡീഷയുടെ മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ ഭുവനേശ്വറും ഡൽഹിയും കേന്ദ്രീകരിച്ച് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ BJP പാർലമെന്ററി ബോർഡ് തീരുമാനമെടുക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സാമൽ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാർട്ടി നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ച് പ്രവർത്തിക്കുമെന്ന് ഡൽഹിയിലെത്തിയ സുരേഷ് ഗോപി പറയുകയുണ്ടായി. കേന്ദ്രമന്ത്രിയാകാൻ താൽപ്പര്യമില്ല, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും വികസനത്തിനായി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. മഹാഭാരതത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി പ്രധാനപ്പെട്ട ദേശീയ വാർത്തകളിലേക്കാണ്. ഒഡീഷയിൽ സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് BJP. 24 വർഷത്തെ തുടർച്ചയായ BJD ഭരണത്തിന് അന്ത്യം കുറിച്ചുകൊണ്ടാണ് BJP കന്നി സർക്കാർ രൂപീകരിക്കാൻ ഒരുങ്ങുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJP നേടിയ ഏറ്റവും ശക്തമായ വിജയങ്ങളിലൊന്നാണ് ഒഡീഷയിലേത്. 24 വർഷത്തെ ഭരണം പൂർത്തിയാക്കി തുടർ ഭരണം കാത്തിരുന്ന BJDക്ക് ഏറ്റ കനത്ത തിരിച്ചടിയാണിത്. 2000 മുതലുള്ള നവീൻ പട്നായിക്കിന്റെ തുടർച്ചയായ ഭരണത്തിനാണ് ഇത്തവണ തിരശ്ശീല വീണത്. നിയമസഭാ തെരഞ്ഞെടുപ്പിലും കനത്ത പ്രഹരം തന്നെയായിരുന്നു BJDക്ക് ഏറ്റത്. 112 സീറ്റിൽ നിന്നും 51 സീറ്റായി കുറഞ്ഞ് നിയമസഭയിലും BJP വലിയ നേട്ടമായിരുന്നു കൈവരിച്ചത്. അതേസമയം സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയായി ഏത് നേതാവിനെ തിരഞ്ഞെടുക്കുമെന്നതും ചോദ്യചിഹ്നമായി നിലനിൽക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ BJP പാർലമെന്ററി ബോർഡ് തീരുമാനമെടുക്കുമെന്ന് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ മൻമോഹൻ സാമൽ വ്യക്തമാക്കി. ഒഡീഷയിലെ 21 ലോക്സഭാ സീറ്റുകളിൽ 20ലും പാർട്ടി വിജയിച്ചപ്പോൾ ഒരെണ്ണം കോൺഗ്രസ് നേടി. 2019 തിരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് ഇരട്ടിയിലധികം സീറ്റുകളാണ് BJPക്ക് ഇത്തവണ ലഭിച്ചത്. 2000 മുതൽ 2009 വരെ BJDയുമായി BJP സഖ്യമുണ്ടാക്കി സർക്കാർ രൂപീകരിച്ചെങ്കിലും 2009ലെ പൊതു തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ കൂട്ടുകെട്ട് തകർന്നു. കൂടാതെ നിയമസഭയിലേക്കും ലോക്സഭയിലേക്കും ഇരട്ട പ്രഹരത്തിൽ ഇരുട്ടിലായി പോയ BJDയുടെ ഭാവി എന്താകുമെന്ന ആശങ്കയും നിലനിൽക്കുകയാണ്. നാഷണൽ ഡെസ്ക്, ജനം.